ഭയങ്കര ബോറടിക്കുന്നു. നമുക്കൊരു ചലഞ്ച് വീഡിയോ ചെയ്താലോ? നല്ലൊരു ഐഡിയ. ഓക്കെ അല്ലേ? ഇത് സംഭവം അത്രേ ഉള്ളൂ. എന്റെ കാല് വാരി തലയൊന്ന് നിലത്തടിക്കണം. എന്റെ കാല് വാരി തല നിലത്തടിക്കണം. സിമ്പിൾ അല്ലേ? ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ തമാശയല്ല, കാര്യം ഇത്തിരി സീരിയസ് ആണ്. ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ. എന്നാൽ അതേ സോഷ്യൽ മീഡിയ ഇന്ന് മരണം വിളിച്ചു വരുത്തുകയാണ്. ലൈക്കുകൾക്കും കമന്റുകൾക്കുമായി എന്തും ചെയ്യാമെന്ന നിലയിലാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ. അടുത്തിടെ കാലിഫോർണിയ ആസ്ഥാനമായുള്ള ഒമേഗ ലോ ഗ്രൂപ്പ് ഒരു പഠനം നടത്തി. സോഷ്യൽ മീഡിയ ഉപയോഗം യുവാക്കളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നായിരുന്നു പഠനം. ചലഞ്ച് വീഡിയോ വഴിയുണ്ടായ ദുരന്തങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പഠനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ടിക്ടോക്കിൽ വളരെയധികം ട്രെൻഡിംഗ് ആയ ചലഞ്ച് ആയിരുന്നു ബ്ലാക്ക് ഔട്ട് ചലഞ്ച്. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കട്ട് ചെയ്യുക, പിന്നാലെ അത് തിരിച്ചു കിട്ടുമ്പോൾ ലഭിക്കുന്ന സുഖം അനുഭവിക്കുക. ഇതായിരുന്നു ബ്ലാക്ക് ഔട്ട് ചലഞ്ച്. 10നും 14നും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ ബ്ലാക്ക് ഔട്ട് ചലഞ്ച് ട്രൈ ചെയ്തത്. ചലഞ്ച് വീഡിയോയ്ക്ക് പിന്നാലെ 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. യഥാർത്ഥ മരണം ഇതിലും കൂടുതലായിരിക്കുമെന്നും സൂചനയുണ്ട്. കേട്ടാൽ വളരെ വിചിത്രമെന്ന് തോന്നുന്നതാണ് അടുത്ത ചലഞ്ച്, ടൈഡ് പോഡ് ചലഞ്ച്. കാര്യം ഇത്രയേ ഉള്ളൂ. സോപ്പ് കമ്പനിയായ ടൈഡിന്റെ ഡിറ്റർജന്റും സ്റ്റെയിൻ റിമൂവറും എല്ലാം അടങ്ങിയ പോഡുകൾ തിന്നുക. ഈ ട്രെൻഡ് മൂർധന്യാവസ്ഥയിലെത്തിയത് കോവിഡ് കാലത്താണ്. അന്ന് അപസ്മാരം, പൊള്ളൽ, ശ്വാസതടസ്സം, കാഴ്ച വൈകല്യം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുമായി 35,000-ലധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ട്. വളരെയധികം അപകടകരമായ മറ്റൊരു ചലഞ്ചായിരുന്നു ഫയർബോൾ ചലഞ്ച്. ശരീരത്തിൽ മദ്യമോ സാനിറ്റൈസറോ ഒഴിച്ച് തീ കൊളുത്തി ഇത് പെട്ടെന്ന് കെടുത്താൻ ശ്രമിക്കുക. അത്യന്തം അപകടകരമായ ഈ ചലഞ്ചിൽ പങ്കെടുത്തവരെല്ലാം 10നും 14നും ഇടയിൽ പ്രായമുള്ളവർ തന്നെയായിരുന്നു. ചിലർക്ക് ശരീരത്തിന്റെ 50% പൊള്ളലേറ്റു. എളുപ്പമെന്ന് തോന്നുന്ന എന്നാൽ അത്യന്തം അപകടകരമായ ചലഞ്ചായിരുന്നു മിൽക്ക് ക്രേറ്റ് ചലഞ്ച്. പാൽ സൂക്ഷിക്കുന്ന പെട്ടികൾ പിരമിഡ് പോലെ ഉയർത്തിവെച്ച് അതിനു മുകളിൽ കയറുക. ഇത്ര മാത്രം ചെയ്താൽ മതി. എന്നാൽ പെട്ടികൾ മറിഞ്ഞു വീണ് 2020-21 കാലഘട്ടത്തിൽ 8,107 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചിലർ ശരീരം തളർന്ന് കിടപ്പിലായി. എല്ലാം ഒരു ടിക്ടോക്ക് ചലഞ്ചിന്റെ പേര്. ലൈക്കുകൾക്കും വ്യൂസിനും പുറമെ ആളുകളുടെ വാലിഡേഷൻ നേടാനാണ് പലരും അതിസാഹസികമായ ചലഞ്ചുകൾക്ക് മുതിരുന്നത്. ട്രെൻഡിംഗ് ആയ ഒരു ചലഞ്ച് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതുന്നതിൽ തെറ്റില്ല. എന്നാൽ സ്വന്തം ജീവന് അപകടകരമാവും വിധമുള്ള ചലഞ്ചുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ രക്ഷിതാക്കളുടെ കണ്ണ് വേണമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധരും പറയുന്നത്.